نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يغير ما بقوم حتى يغير ما بأنفسهم ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ അവനേറെ ഇഷ്ടപ്പെടുന്ന ദാസരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് നന്നാവാൻ സാധിക്കും എന്ന് പഠിപ്പിച്ചാണ് റമളാൻ വിട പറയുന്നത്. ഹറാമുകൾ കാണുകയും അത് ചെയ്യുകയും ചെയ്തിരുന്നവർ കഴിഞ്ഞ ഒരു മാസക്കാലം അതിൽ നിന്നെല്ലാം മാറി നിന്നു. റമളാനിന്റെ പകലിൽ ഭക്ഷണം, പാനീയം, ഭാര്യ-ഭർത്തൃബന്ധം എല്ലാം മാറ്റിവെച്ചു. ഇതെല്ലാം അറിയിക്കുന്നത് മാറ്റം സാധ്യമാണ് എന്നുള്ളതാണ്, നമുക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹം അവർ മാറാൻ അവരിലെ ചില ചെയ്തികൾ അവർ മാറാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം, മാറ്റാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം അല്ലാഹു മാറ്റുകയില്ല. നമ്മൾ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിൻ്റെ തൗഫീഖ് അതിന് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ മാറാൻ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു നമ്മെ വെറുതെ മാറ്റുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവും ഒക്കെ അവരുടെ മനസ്സിനെ അവർ മാറ്റിയെടുത്തത് ഈ തിന്മകളെല്ലാം, താൻ ചെയ്യുന്ന ഈ അനീതിയെല്ലാം വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ്. ദീനിലേക്കുള്ള മടക്കമാണ് പ്രധാനം. അതാണ് മഹാനായ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു, ഞാൻ കേട്ടു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തബായഅതും ബിൽ ഗീന, നിങ്ങൾ ഗീന, അതായത് പരസ്പരം വഞ്ചിക്കുന്ന തരത്തിലുള്ള പലിശ ഇടപാട്, അതുവഴി കച്ചവടം നടത്തുകയും അദ്നാബൽ ബഖർ, അതേപോലെ തന്നെ കന്നുകാലികളുടെ വാലിൽ തൂങ്ങുകയും ചെയ്യുക. പ്രവാചകൻ പറഞ്ഞ ഒരു പ്രയോഗമാണ് കന്നുകാലികളുടെ വാലിൽ തൂങ്ങുക എന്ന് പറഞ്ഞാൽ കൃഷിയിലും ഭൗതിക സമ്പാദ്യത്തിലും മാത്രം മുഴുകി ജീവിക്കുക. അതേപോലെ തന്നെ കൃഷിയിൽ സംതൃപ്തി അടയുക, കൃഷി ചെയ്തുകൊണ്ട് അതിൽ സംതൃപ്തി അടയുക. ജിഹാദ്, അള്ളാഹുവോടുള്ള ധർമ്മ സമരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുക. സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ഒരു നിന്യത, അധപ്പതനം അടിച്ചേൽപ്പിക്കും. ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങുന്നത് വരെ അവൻ അത് നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയില്ല എന്നുള്ളതാണ്. ദീനിലേക്ക് മടങ്ങാതെ ഭൗതിക താല്പര്യത്തിൽ ജീവിച്ച് കച്ചവടത്തിലും കൃഷിയിലും ഭൗതിക സുഖ താല്പര്യങ്ങളിലും ജീവിക്കുന്ന, അതിൽ സമയം കണ്ടെത്തി ജീവിതം കളയുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ തിരിച്ചു ദീനിലേക്ക് വരുന്നത് വരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അധപ്പതനം നിങ്ങളിലേക്ക് ഇടുകയും ഒരു നിന്ദത നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും നിങ്ങൾ ദീനിലേക്ക് തിരിച്ചു വരുന്നത് വരെ ആ നിന്ദത നിങ്ങളിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്യുകയില്ല എന്ന് പറയാണ്. എന്ന് വെച്ചാൽ ദീൻ എന്ന് പറയുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തന്ന ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കാൻ ഓരോ അടിമയും ആ ജീവിതം അങ്ങനെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസത്തെ റമദാൻ നമ്മൾ പലരും പല രീതിയിലും തിന്മകൾ ചെയ്തിരുന്നു. കഴിഞ്ഞ റമദാനിന് മുൻപ് ആ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ റമദാനിന് മുൻപ് ചെയ്ത പല ഹറാമുകളും പല വേണ്ടാത്തരങ്ങളും പല സംസാരങ്ങളും പല പ്രയോഗങ്ങളും പല കാട്ടിക്കൂട്ടലുകളും നമ്മൾ ഒഴിവാക്കി. കാരണം എന്തേ? വിശുദ്ധമാക്കപ്പെട്ട ഒരു മാസമാണ്. ആ മാസത്തിൽ ഇതിനെല്ലാം വലിയ തെറ്റ്, വലിയ പാപമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇതിനെന്താ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഈ റമദാനിൽ, ഈ പെരുന്നാൾ സുദിനത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വലിയൊരു സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഈ റമദാനിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്തുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ആരാധനകളുടെ സ്ഥിരത എന്നുള്ളതാണ്. റമദാൻ എന്ന് പറഞ്ഞ ഒരു സീസണല്ല, ഒരു സീസണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. ഒരു ജീവിതകാലം മുഴുവൻ പാലിക്കേണ്ട ചിട്ടകളുടെ പരിശീലനമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഉപദേശം ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടിയാണ്, ആമൻതു ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മസ്തഖിം, പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുക, ഇസ്തിഖാമത്ത് പാലിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചത്. അള്ളാഹുവിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് രാത്രികളിൽ നമ്മൾ എഴുന്നേറ്റ് നമസ്കരിച്ചത്. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് സുദീർഘമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് ഒന്ന് തന്നെയാണ് ആ പകൽ മുഴുവൻ കഠിനമായ ചൂടിനെ അവഗണിച്ചുകൊണ്ട്, അതിനെ ഒഴിവാക്കിക്കൊണ്ട്, അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവന് വേണ്ടി നോമ്പെടുത്തത്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കണം, ഈ കർമ്മങ്ങൾ നിലനിൽക്കണം. അതെങ്ങനെയായിരിക്കണം? അത് പ്രവാചകൻ പറഞ്ഞതുപോലെയാണ്, ആമൻതു ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മസ്തഖിം, പിന്നീട് നീ അത് നിലനിർത്തണം എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം. ആ റമദാനിൽ നേടിയെടുത്ത ചൈതന്യത്തെ നിലനിർത്താൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നത്, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമദാനിയൻ, നീ അള്ളാഹുവിന്റെ ദാസനാവുക, റബ്ബിന്റെ ദാസനാവുക, റമദാനിന്റെ ദാസനാകരുത്. റമദാനിന് മാത്രമായി, ആ മാസം മാത്രമായി തഖ്വയുള്ള, ആ മാസം മാത്രമായി പുണ്യമുള്ള, ആ മാസം മാത്രം ഓതുന്നവനായി, ആ മാസം
അല്ലാതെ റബ്ബിന്റെ അടിമയാവണം, റമദാനിന്റെ അടിമയാകരുത്. റമദാൻ കഴിഞ്ഞാൽ സകലതും ഒഴിവാക്കി പോകുന്ന ആളായി മാറരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത് വരാൻ പോകുന്ന റമദാൻ വരേക്കുള്ള ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തെ ഈ പെരുന്നാൾ സുദിനം കൊണ്ട് ഒന്ന് മാത്രം തകർത്ത് തരിപ്പണമാക്കുന്ന ആളായിട്ട് നമ്മൾ മാറരുത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് പര്യവസാനം അത് നന്നാക്കുക എന്നുള്ളതാണ്. ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു മരണം, അത് ഹുസ്നുൽ ഖാത്തിമ, ഹുസ്നുൽ ഖാത്തിമ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ പര്യവസാനം നമ്മൾ നന്നാക്കാൻ നാം ആ ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി കൊതിക്കണം എന്നുള്ളതാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, തീർച്ചയായും കർമ്മങ്ങൾ അവയുടെ പര്യാവസാനത്തെ, അന്ത്യത്തെ അടിസ്ഥാനമാക്കിയാണെന്നുള്ളതാണ്. ആദ്യം ജനിച്ചപ്പോൾ എങ്ങനായിരുന്നു എന്നുള്ളതല്ല, ജീവിച്ചിരുന്നപ്പോൾ ഏത് രീതിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, മരണപ്പെടുമ്പോൾ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഇസ്ലാം പരിഗണിക്കുന്നതും അള്ളാഹു നോക്കുന്നതും. ഇവിടെ നമുക്ക് ഒരുപാട് ആളുകളുടെ ചരിത്രം കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മക്കയിലെ മർദ്ദനം സഹിക്കവയ്യാതെ അബ്സീനയിലേക്ക് ഹിജറ പോയ മനുഷ്യനാണ്, സ്വഹാബിയ. പക്ഷേ അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടുത്തെ ക്രൈസ്തവ മതം സ്വീകരിച്ച് മുർത്തദ്ദായി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും പരിഹസിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി എന്നുള്ളതാണ്. അധിക കാലം കഴിയുന്നതിന് മുൻപ് തന്നെ ക്രിസ്ത്യാനിയായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇസ്ലാം സ്വീകരിക്കുകയും ഹിജറ പോവുകയും ചെയ്ത ഒരാളുടെ പര്യാവസാനം പോലും മോശമാകാം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന, നമുക്കൊക്കെ നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. നമ്മൾ എത്ര ഖുർആൻ പാരായണം ചെയ്താലും, എത്ര നമസ്കരിച്ചാലും, എത്ര നോമ്പ് നോറ്റാലും, എത്ര സ്വതക്ക കൊടുത്താലും ശരി, പര്യാവസാനം നന്നായിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം ബാത്തിലാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹി എന്ന് പറയുന്ന മനുഷ്യൻ, മുർത്തദ്ദായ ചരിത്രമാണ്. അദ്ദേഹം മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി, ദിവ്യ സന്ദേശം എഴുതി കൊടുക്കുന്ന ആളായിരുന്നു. അതിങ്ങനെ എഴുതി കൊടുക്കും. വഹി ഇങ്ങനെ ഇറങ്ങുമ്പോൾ അത് പ്രവാചകന് കൊണ്ട് എഴുതി കൊടുക്കും. ഖുർആൻ വചനങ്ങൾ എഴുതിയെടുക്കുന്നതിനിടയിൽ സ്വന്തം ബുദ്ധിയിൽ അഹങ്കരിച്ചു അദ്ദേഹം. മുഹമ്മദിന് ഞാൻ പറയുന്നത് പോലെ മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം വാദിച്ചു. എന്നിട്ട് മക്കയിലേക്ക് മടങ്ങി അദ്ദേഹം മുർത്തദ്ദായി എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. സഹോദരന്മാരെ, എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. വഹി എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ സൂറത്ത് മുഅ്മിനീനിലെ 12 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന ആയത്ത് ഇങ്ങനെ എഴുതിയെടുക്കുകയാണ്. ആ എഴുതിയെടുക്കുന്ന സമയത്ത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആ ഘട്ട വിവരണങ്ങൾ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞു, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ രീതിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയോ അനുഗ്രഹീതൻ. അത് അദ്ദേഹം അത് പറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വാക്ക് അദ്ദേഹം പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്രകാരം തന്നെയാണ് അത് എനിക്ക് അവതരിക്കപ്പെട്ടതുമെന്ന്. അപ്പൊ അദ്ദേഹത്തിന് സംശയമായി. അപ്പൊ മുഹമ്മദ് ഇറങ്ങിയത് അതേ വഹിയല്ലേ എനിക്ക് ഇറങ്ങുന്നത് അദ്ദേഹം ചിന്തിച്ചു. ആ ചിന്തയോടുകൂടി അദ്ദേഹം അങ്ങനെ പറഞ്ഞു നടക്കുകയും അദ്ദേഹം ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തദ്ദായി മക്കയിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ മനഃപ്പാഠമാക്കിയ മറ്റൊരു സ്വഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. താബിഈകളുടെ കാലത്താണ്. അദ്ദേഹം ഇസ്ലാമിക യുദ്ധങ്ങൾ മുൻപന്തിയിൽ നിന്നൊരു മനുഷ്യൻ, ഖുർആൻ മുഴുവൻ മനഃപ്പാഠമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം റോമൻ കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ പോയതാണ്. കോട്ടയ്ക്ക് കാവൽ നിൽക്കുന്നതിനിടയിൽ ആ കോട്ടയ്ക്ക് മുകളിലുള്ള ഒരു സ്ത്രീയെ കണ്ട് ആ സ്ത്രീയിൽ അദ്ദേഹം മയങ്ങിപ്പോയി. അവളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞങ്ങളുടെ മതത്തിലേക്ക് താങ്കൾ മതം മാറണം. അദ്ദേഹം അതിനെ സമ്മതിച്ചു. അദ്ദേഹം മതം മാറി അവരോടൊപ്പം താമസിച്ചു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പഴയ സുഹൃത്തുക്കൾ ഈ താബീകളുടെ കാലത്തുണ്ടായിരുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം തീർത്തും ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് ചോദിച്ചു, ഖുർആൻ വല്ലതും ഓർമ്മയിലുണ്ടോ? ഖുർആൻ വല്ലതും താങ്കളുടെ ഓർമ്മയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയിട്ടുണ്ട്. ഒരു ആയത്തൊഴികെ ബാക്കി എല്ലാം മറന്നുപോയി. ആ ആയത്ത് ഇങ്ങനെയാണ്, റുബമാ യബത്തുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. സത്യനിഷേധികൾ പലപ്പോഴും കൊതിച്ചു പോകും തങ്ങൾ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ എന്ന്. സൂറത്ത് ഹിജ്റിലെ 2-ാമത്തെ ആയത്തൊഴികെ ബാക്കിയുള്ള 6235
മനുഷ്യൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അത് മറക്കപ്പെട്ടു. ഹാഫിയായ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു അത് എടുത്തെറിയപ്പെട്ടു, വലിച്ചെറിയപ്പെട്ടു. ഒരായത്തൊഴികെ സത്യനിഷേധികളായ ആളുകൾ മുസ്ലിങ്ങളാവാൻ വേണ്ടി കൊതിച്ചുപോകും എന്ന മർമ്മപ്രധാനമായ ഒരു ആയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഹോദരന്മാരെ, നമ്മൾ ഈ ഒരു മാസത്തെ നമ്മൾ നേടിയെടുത്ത ഊർജം, നേടിയെടുത്ത തഖ്വ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുന്ന, ഒരു മാസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ നമ്മിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. അഹങ്കരിക്കരുത്. ഞാൻ 5 വക്ത് പള്ളിയിൽ തന്നെ നമസ്കരിക്കുന്നവനാണ് എന്ന അഹങ്കാരം മനുഷ്യനുണ്ടാവാൻ പാടില്ല. ഞാൻ ഹജ്ജ് ചെയ്തവനാണ് എന്ന അഹങ്കാരം, ഞാൻ ഹാജിയനാണ് എന്ന അഹങ്കാരം നമുക്ക് വേണ്ട. ഏത് നിമിഷവും നമ്മുടെ ഹൃദയം മാറിപ്പോകാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഖാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു അവന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്താൻ, അവന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്താൻ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഇതുപോലെ തന്നെ ദുനിയാവിനെ ഭയപ്പെടുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം. നേരത്തെ പറഞ്ഞതുപോലെ ഏത് നിമിഷവും മാറിയേക്കാവുന്ന, ഏത് നിമിഷവും മതത്തിൽ നിന്ന് പുറത്തു പോയേക്കാവുന്ന ചില ആളുകളുടെ ചരിത്രമാണ്, സംഭവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ചില സ്വഹാബാക്കളുടെ, ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബാക്കൾ എന്നായിരുന്നെങ്കിൽ പിന്നീട് അവരറിയപ്പെടുന്നത് മുർത്തദി എന്ന ലേബലിലാണ്. അപ്പം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഇസ്തിഖാമത്തോടുകൂടി ഈ ദീനിൽ അടിയുറച്ചു നിന്നിട്ടില്ല എങ്കിൽ ഇത് നമുക്കും സംഭവിക്കാം എന്നുള്ളതാണ് ഇസ്ലാം കൃത്യമായി കൊണ്ട് പറയുന്നത്. ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ദീൻ വിൽക്കുന്ന അവസ്ഥ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി ഔ ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന എൻ്റെ രക്ഷിതാവേ, സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ, ഔ ഖുലൂബനാ, എൻ്റെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, അലാ ദീനിക്, നിന്റെ ദീനിൽ നീ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതാണ്. നമുക്കും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഈ യുക്തിവാദത്തിലേക്കൊക്കെ പോയ ആളുകളുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവർക്ക് വരുന്ന ഏതോ ഒരു ബോധത്തിന്റെ പുറത്ത് കാട്ടിക്കൂട്ടുന്നതാണ് ഈ ദീൻ ശരിയല്ല, ഇത് ദൈവത്തിന്റെ ദീനല്ല, മതമല്ല, ഇത് വെറും ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെക്കപ്പെട്ട ചില എഴുത്തുകളും ചില സംസാരങ്ങളും മാത്രമാണ് എന്ന് ചില ആളുകൾക്ക് തോന്നാനുള്ള കാരണം ഈ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് കൊണ്ടാണ്. നമസ്കരിക്കുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കൂടിയാണിത്. കാരണം ദീന് അത് ഏത് നിമിഷവും മനുഷ്യരും, നമ്മൾ ഹൃദയം എന്ന് ഖൽബ് എന്ന് പറഞ്ഞാൽ അറബി പദത്തിൽ ഖൽബ് എന്ന് പറയുന്നത് അതിന് മാറി മറിയുന്ന, ഇളകുന്നത്. ആ ഇളക്കം നമ്മുടെ ദീനിൽ അതിന് അടിയുറച്ച് നിൽക്കണം, മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഈ റമദാനിൽ നേടിയെടുത്ത എല്ലാ തഖ്വയും, എല്ലാ ഊർജവും, എല്ലാ സൂക്ഷ്മതയും ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിർത്താൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചോദിച്ചൊരിച്ച് മരണപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അല്ലാഹുവേ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങളുടെ ഉമ്മമാരാണ്, ഞങ്ങളുടെ ഉപ്പമാരാണ്. അല്ലാഹുവേ അവർക്ക് നീ നിർഭയത്വവും നിന്റെ കാരുണ്യവും സമാധാനവും സദാസമയം അവർക്ക് വേണ്ടി വർഷിപ്പിക്കുമാറാകണം. അല്ലാഹു രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരുടെ
രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി നൽകി അനുഗ്രഹിക്കണമേ നാഥ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. സാമ്പത്തികമായി പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണമേ നാഥ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف النفوس صرف نفوسنا على ملتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.